ഹായ് മക്കളെ, കഴിഞ്ഞ വർഷം 8th CBSEയിൽ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? ആനുവൽ എക്സാമിനൊക്കെ നമ്മളെ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ 9th CBSEയിൽ എത്തി നിൽക്കുകയാണ്. 9th CBSEയിൽ മുഴുവൻ മാർക്ക് നേടുകയാണോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അല്ലേ? കാരണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റൊരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ 10th CBSE നിങ്ങൾ ഫസ്റ്റ് ഒരു ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന അക്കാദമിക് ഇയർ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് +1 +2ലേക്കൊക്കെ അഡ്മിഷൻ നേടേണ്ടതും ഈ ഒരു അക്കാദമിക് ഇയറിലെ മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഈ 10th ഓരോ സബ്ജക്റ്റ്, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ സ്റ്റഡീസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ സബ്ജക്ട്സിലൊക്കെ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ബേസ് കിടക്കുന്നത് 9th 9th നമ്മൾ എന്ത് പഠിക്കുന്നോ അതിൻ്റെ എക്സാക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് 10th ചാപ്റ്റേഴ്സ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ 9th നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 10th എത്തിക്കഴിഞ്ഞാൽ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരികയും കാര്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 9th മാർക്ക് നേടുക എന്നത് 9th എന്ന ഈ ഒരു വർഷത്തേക്ക് മാത്രമുള്ള കാര്യമല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും കൂടെയുള്ള കാര്യമാണ്. സോ മക്കളെ, 9th എങ്ങനെ പഠിച്ചാലാണ് മുഴുവൻ മാർക്കും നേടാൻ പറ്റുക എന്ന കാര്യത്തിൽ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കിടിലൻ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ഒരു സ്റ്റഡി പ്ലാനിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൃത്യം 24-ാം തീയതി രാത്രി 7:30 എല്ലാ കുട്ടികളും ലൈവിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ലൈവിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 9th ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലൈവിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എല്ലാ കുട്ടികളും ലൈവിൽ ജോയിൻ ചെയ്യുക.